ഭൂതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും പകലിൻ വരാന്തയിൽ വെയിലായി അലഞ്ഞിരാ തമ്മിൽ ചേരുന്നു നാം തലോടുമിന്നലകൾ കുളിരോർമ തൻ വിരലാൽ തുടരുന്നു സഹയാത്രയിൽ. എന്റെ ഗോഡെ, നീ ഉണ്ട് ഗോഡെ, നീ ഉണ്ടെന്ന് ഇന്ന് പ്രൂവ് ചെയ്തു. ഏട്ടനെയും ഏട്ടത്തിയെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ നിനക്ക് തോന്നിയില്ലേ? അതുകൊണ്ട് തന്നെ നീ വലിയ ഗോഡ. ഏട്ടന്റെയും ഏട്ടത്തിയുടെ ഇടയിലേക്ക് ദേ ഒരു കട്ടുറുമ്പ് കയറി പോകുന്നുണ്ടല്ലോ. ഈ ഉറുമ്പ് അവരെ കടിച്ചു നോക്കിയൊന്ന് ഉറപ്പാ. ഇപ്പൊ എന്താ ചെയ്യാ? മോം, എന്താ വിവേക്? മോം ഇത് എവിടെ പോവാ? മിഥുന്റെ അടുത്തേക്ക്. അവനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അത്രേ ഉള്ളൂ മോം. മോമിനിപ്പോ എന്നെ തീരെ വേണ്ടണ്ടായല്ലേ? എല്ലാവർക്കും ഇതിനേട്ടനെ മാത്രം മതി. വിവേക്, നിനക്കിവിടെ എന്തിന്റെ കേടുണ്ടായിട്ടാ? മിഥുൻ അരുണിമേച്ചിയുടെ മോനല്ലേ? നീ ഞാൻ പ്രസവിച്ച മോനും. നിന്നേക്കാൾ ആരാടാ എനിക്ക് വലുത്? ഞാൻ ചിലപ്പോ മോൻ പ്രസവിച്ച മോനല്ലായിരിക്കും. ചിലപ്പോ തവിട് കൊടുത്ത് മേടിച്ചോണ്ട് വന്നാവും. അതുകൊണ്ടല്ലേ മോം എന്നെ തിരിഞ്ഞു പോലും നോക്കാത്ത. വിവേക്, നിന്റെ തലയ്ക്ക് എന്തോ ഓളമായിട്ടുണ്ടടാ. സംശയം അത്ര കൂടുതലാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്ക്. കാര്യമല്ല മോം, അത് മാറ്റാലോ. അത് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ? ഇന്നലെ രാത്രി നീ ശരിക്കും ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അയ്യോ, ഏറ്റില്ലേ? ദേ പോണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? പോയിക്കോ പോയിക്കോ. ബ്രേക്കപ്പ് ആയതിന്റെ വേദന എന്റെ ഹൃദയത്തെ കീറി മുറിക്കുക. മോമിന് അതിനെ കുറിച്ച് ഒരു ചിന്തയില്ല. ബ്രേക്കപ്പ്? വിവേക്, എന്ത് ബ്രേക്കപ്പാടായേ? നീ വല്ലവരും പ്രേമിച്ചോടാ? എന്നിട്ട് എന്നോട് ഇതുവരെ പറയാൻ എന്താ? പറയാൻ അതിന് മോമിനെ കൈ കിട്ടിയിട്ട് വേണ്ടേ? ഏത് നേരം വലിയ ഏട്ടന്റെ പുറകെ നടന്നോളും. എനിക്ക് എന്തെങ്കിലും പറ്റി ആർക്കാ ഛേദം? അല്ലെങ്കിൽ മോമിന് എന്നോടൊരു സ്നേഹവുമില്ല. ഞാൻ പോവാ. അങ്ങനെ പറയല്ലേടാ. നീ കഴിഞ്ഞിട്ടാടാ എനിക്ക് മറ്റെല്ലാം. ഉറുമ്പ് ചുരുണ്ടു. എന്നാലും ഇത്രയും സങ്കടം മനസ്സിൽ വെച്ചോണ്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് വേറെ വഴിയില്ലല്ലോ മോം. എന്നെ മനസ്സിലാക്കാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് എനിക്കറിയാം. എന്റെ ബ്രേക്കപ്പ്, എന്റെ വേദന, അതിന് മരുന്ന് പുരട്ടാൻ എനിക്ക് ആരുമില്ല. മോം, ഇനി 2-3 ദിവസത്തേക്ക് മിഥുനന്റെ റൂമിലേക്ക് മോം പോവരുത്. എന്റെ വേദന പോകുന്നവരെ മോം കൂടെ നിൽക്കണം. ഇപ്പൊ പോലും ഞാൻ കൈവിട്ടാ മോം മിഥുനന്റെ റൂമിലേക്ക് പോവില്ലേ? മോം, എന്നൊരല്പം സ്നേഹിക്കും മോം. മോം അങ്ങോട്ട് പോകരുത്, പോകരുത്, പോകരുത് മോം. എന്റെ പെർഫോമൻസ് കണ്ട് മോം അടപടലം ചുരുണ്ട് കറങ്ങി വീണു. പ്രിയമതേ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് ചേച്ചി, ഞാൻ... നിനക്ക് എന്ത് പറ്റി പ്രിയമതേ? നീ എന്താ വല്ലാതിരിക്കുന്നത്? ആർ യു ഓക്കെ? ഐ എം ഓക്കെ, ബട്ട് വിവേക് ഈസ് നോട്ട് ഓക്കെ. ഓ മോം, ഇതൊക്കെ തന്നെ വല്യമ്മോട് പറയുന്നേ. വിവേകിന് എന്ത് പറ്റി? അവന് ബ്രേക്കപ്പ് ആയത്രേ. എന്താ ബ്രേക്കപ്പ് ആയിരുന്നോ? ഭയങ്കര കരച്ചില്ല. എന്തിന്? കരയാൻ എന്തിരിക്കുന്നു? അവന് സങ്കടമുണ്ട്. കുറച്ചു മുമ്പ് അവൻ തന്നെയാ പറഞ്ഞത്. ഓ, ഞാൻ ചുമ്മാ ഒരു ഫ്ലോയിൽ അടിച്ചു വിട്ടതല്ലേ. അതൊക്കെ എന്തിനാണ് മാം വല്യമ്മയോട് പറയുന്നേ? എന്തിനാടാ ചെവിക്കകത്തോട്ട് ഇങ്ങനെ ഒന്ന് കൂവുന്നേ? വല്യച്ച, വല്യേട്ടനെ
നമ്മുടെ മേഘനടുത്തെ ഹഗ് ചെയ്തു. ആണോടാ? അതും എങ്ങനെയാണെന്നോ? ടൈറ്റ് ഹഗ്, റൊമാൻറ്റിക് ആയിട്ട്, സ്നേഹത്തോടെ. യക്ഷിയും ഗന്ധർവനും പോലെ, ഡാഗിനിയും ചൂലും പോലെ. ഷെടാ, നല്ലൊരു സീൻ മിസ് ചെയ്ത് കളഞ്ഞല്ലോ. ബ്യൂട്ടിഫുൾ സീൻ. പക്ഷെ വല്യച്ഛ, അവരുടെ സീൻ ബ്യൂട്ടിഫുൾ ആയപ്പോഴേ എന്റെ സീൻ ഇവിടെ നാറിപ്പോയി. ഓ, അങ്ങനെ എന്താടാ ഉണ്ടായേ? ആ നേരത്ത് മിഥുനേട്ടനെ മോൻ കാണാൻ വേണ്ടി പോവായിരുന്നു. മോമിനെ അങ്ങോട്ട് വിടാതിരിക്കാൻ ഞാനുണ്ടല്ലോ. എനിക്ക് ബ്രേക്കപ്പ് ആയെന്ന് ഞാൻ മോമിനോട് കള്ളം പറഞ്ഞു വല്യച്ഛ. ഈടാ മണ്ട, ഇതിനാണോ നീ ഇത്ര പേടിക്കുന്നേ? അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കവർ ചെയ്യാം. ഞാൻ നോക്കിക്കൊള്ളടാ, നീ അത് വിട്. വല്യച്ഛൻ ഡീൽ ചെയ്യേണ്ടത് മോമിനെ മാത്രമല്ല, വല്യമ്മയും ചേർത്താ. എന്ത്? അരുണിമയുണ്ടോ കൂടെ? അതേന്നെ വല്യച്ഛ. ഇതെന്ത് ട്വിസ്റ്റാടാ? ബ്രേക്കപ്പ് ആയ കാര്യം മോം വല്യമ്മയോടും പറഞ്ഞു. ഇപ്പൊ അവർ രണ്ടുപേരും എന്നെ കാണാൻ വേണ്ടി വരിക. ഇനി ആ പെണ്ണാരാണ്, അവൾ എവിടെയാണ്, എന്ത് ചെയ്യുക, എന്തിനാ ബ്രേക്കപ്പ് ആയേ എന്നൊക്കെ വക്കീലിനെ പോലെ വല്യമ്മ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ലേ? പഴമിഴിങ്ങി അണ്ണാനെ പോലെ ഞാൻ നിൽക്കണം. നിന്റെ നാടവിടാ. ഓ, ഞാൻ ഈ നാട്ടുകാരനല്ലല്ലോ. ഗോ ഇവിടുന്ന്. വല്യച്ഛാ, കൈവിടല്ലേ. രണ്ട് കൊസറാ കൊള്ളികളാ ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നേ. എടാ മോനെ, അതിലൊരെണ്ണം അരുണിമയാടാ. ആ കൊസറാ കൊള്ളി എന്റെ കൈ പൊള്ളിക്കോടാ. ആനയാണെന്ന് പറഞ്ഞാൽ അവളത് ചേനയാണെന്ന് വാദിക്കും. വാദിക്കുക മാത്രമല്ല ചെയ്യേണ്ട വല്യച്ഛ. ഞാൻ പറഞ്ഞത് കള്ളത്തരാണെന്ന് അറിഞ്ഞ എന്റെ കഴുത്ത് വിചാരിച്ച് വല്യമ്മ കൊന്നുകളയും. പ്ലീസ് 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 വല്യച്ഛ, എന്നെ രക്ഷിക്കാൻ വല്യച്ഛന് മാത്രം. വട്ടം മുട്ടിയില്ലെങ്കിൽ കൊമ്പ് മുളയ്ക്കൊന്ന് ഉറപ്പാ. കൊമ്പുള്ള മിഥുനേട്ടനെ കാണാൻ കൊള്ളില്ല. വന്നേ, വന്നിട്ട് ഒന്നുകൂടെ മുട്ടിയെ. ആയിക്കോട്ടെ, ആദ്യം എന്റെ അടുത്തേക്ക് വാ, എന്നിട്ട് എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മുട്ടാം. എന്താ മിഥുനേട്ടാ, പ്ലീസ് ഒന്ന് മുട്ടിക്കേ. വന്ന് മുട്ടിക്കാന്നേ. മിഥുനേട്ടാ, അങ്ങോട്ട് നോക്കേ. മിഥുനേട്ടാ, മിഥുനേട്ടാ. അതിരിക്കട്ടെ, വിവേക് ഇപ്പൊ എവിടെ? അവൻ അങ്ങോട്ട് പോകുന്ന കണ്ടു. ഈ സമയത്ത് അവൻ അവിവേകം വല്ലതും കാണിക്കുമെന്നാ. നീ ഇങ്ങോട്ട് വന്നേ. വല്യച്ഛ, പ്ലീസ് 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 എന്നെ ഒന്ന് രക്ഷിക്കണേ വല്യച്ഛ. വല്യച്ഛ, ദയവൊന്നു വല്യച്ഛ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വിവേക്, എനിക്ക് തോന്നിയിരുന്നു നീ നിന്റെ വല്യച്ഛന്റെ അടുത്തേക്ക് തന്നെ വരൂന്ന്. എന്താടി ഇതൊക്കെ? ബ്രേക്കപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ ആരെ പെണ്ണ്? അവൾ എവിടെയാ താമസിക്കുന്നത്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? എന്ത് പഠിച്ചിട്ടുണ്ട്? മംഗലാപുരത്തുള്ള കുട്ടിയാണോ അതോ ഇനി വേറെ എവിടെയെങ്കിലും നിന്നുള്ളതാണോ? നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെ? അരുണിമേ, അത് അതെ, ജയേട്ടൻ മിണ്ടരുത്. എന്തറിഞ്ഞൂണ്ട നിങ്ങള്? വിവേക്, നീ പറയടാ. അവളുടെ പേരൻസിന്റെ മേൽവിലാസം ഉണ്ടെങ്കിൽ താ, ഞങ്ങള് ചെന്ന് സംസാരിക്കാം. നീ പറ. അയ്യോ വല്യമ്മേ, വല്യമ്മേ. തുറന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. തുറന്നു പറയാൻ പാടാണ് മോം, വലിയ പാടാ. അതെന്തുകൊണ്ടാ? അതങ്ങനെയാണ് മോം, പറഞ്ഞാ പെടും. അങ്ങനെയാണെങ്കിൽ അവളുടെ ഫോൺ നമ്പറെങ്കിലും താടാ. പെണ്ണോ? ഏത് പെണ്ണ്? ജയേട്ടന് അറിയില്ലേ, വിവേകിനെ തേച്ചിട്ട് പോയിന്ന് പറയുന്ന ആ പെണ്ണ്.
ജയേട്ടാ, ജയേട്ടൻ കമന്ന് കിടന്ന് ചിരിച്ചു മതിയായെങ്കിലേ കാര്യം എന്താണെന്ന് പറ. ഒത്തിരി ഓവർ ആക്ഷൻ കാണിച്ച് ബോറാക്കല്ലേ. വല്യച്ഛന്റെ കയ്യിൽ നിന്നും പോയിന്നാ തോന്നണേ. അവനൊരു പെണ്ണുമായിട്ട് ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുമ്പോ ഏട്ടൻ ഇങ്ങനെ ചിരിച്ചാൽ എങ്ങനെയാ? അരുണിമേ, അവനെ തേച്ചിട്ട് പോയത് പെണ്ണൊന്നുമല്ല. പിന്നെ ഇവൻ ആണുമായിട്ടാണോ? എന്റെ പൊന്നു വിവേകെ, നീ എപ്പ തൊട്ടാ? എന്റെ ഈശ്വര, നീ ഒരു ആണിനെയാണോടാ പ്രേമിച്ചത്? നോ, ഞാൻ അങ്ങനെയല്ല. ഇതെന്റെ അല്ല. പിന്നെ ജേട്ടൻ പറഞ്ഞല്ലോ ആണെന്ന്. എന്റെ ഈശ്വര, ഞാൻ ഇവരോട് ഇതെങ്ങനെ പറയും? എന്താ വല്യച്ഛ ചെയ്ത്? പ്രിയമ്മതേ, ബ്രേക്കപ്പ് ചെയ്തത് ആണിന്റെ കൂടെയല്ല, പെണ്ണിന്റെ കൂടെയും അല്ല, പിന്നെ ഒരു പ്രോജക്റ്റുമായിട്ടാണ്. അവന്റെ ഓഫീസിൽ ഒരു പ്രോജക്റ്റ് ആണ് ബ്രേക്കപ്പ് ചെയ്തത്. പ്രോജക്റ്റോ? അതെ വല്യമ്മേ, പ്രോജക്റ്റ് തന്നെയാ. പ്രോജക്റ്റ് എങ്ങനെയാ ബ്രേക്കപ്പ് ചെയ്യുന്നേ? ഒരു പുതിയ പ്രോജക്റ്റിന്റെ ഓഫർ കിട്ടിയപ്പോ അവൻ അതിനെ കയറി അങ്ങ് പ്രേമിച്ചു. അതിപ്പം മിസ്സായി പോയി. പ്രോജക്റ്റിന്റെ തേപ്പ് പ്രേമത്തിന്റെ തേപ്പിനേക്കാളും വലുതാണത്രേ. വിവേക്, ഇതിനാണോ നീ ഇത്രയും സീൻ ഉണ്ടാക്കിയ? നിന്നെയൊക്കെ ഓടിച്ചിട്ട് അടിക്കണോടാ. പ്രോജക്റ്റ് പോയതിന് പെണ്ണു പോയ പോലെ കരയണോ? ചേച്ചി, ചേച്ചി വന്നേ, ഇവനെ നമുക്ക് പിന്നീട് പിടിക്കാം. വാ. എന്റെ കൊടുങ്ങല്ലൂരാറ്റുകലമ്മേ, വല്യച്ഛ വല്യച്ഛ ആള് കിട്ടുവാണല്ലോ. താങ്ക് യു സോ മച്ച് വല്യച്ഛ. ഗുഡ് മോർണിംഗ് മേഘനെ. ഗുഡ് മോർണിംഗ്. എന്താണ് കാലത്തെ എന്റെ കൂടെ കണ്ണുപൊത്തി കളിക്കണോ? അതെ ഏട്ടാ, കളിക്കുവാ. പക്ഷേ കണ്ണുമായിട്ടല്ല കളി, ഏട്ടന്റെ മനസ്സുമായിട്ടാ. എന്നുവെച്ചാ? കണ്ണടച്ചു പിടിച്ചാലും ഞാൻ വരുന്നത് ഏട്ടന്റെ മനസ്സ് തിരിച്ചറിയോ എന്ന് പരീക്ഷിക്കായിരുന്നു. കണ്ണടഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ അടുത്തേക്ക് വരുന്നവരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ മേഘനെ? കുറച്ചു ബുദ്ധിമുട്ടാ എന്ന് കരുതി അസാധ്യവും അല്ല. ആ രണ്ട് വ്യക്തികളുടെ മനസ്സുകൾ തമ്മിൽ പൂർണ്ണമായും ലയിച്ചു ചേരുന്ന സ്നേഹം അവർക്കിടയിലുണ്ടെങ്കിൽ എത്ര വലിയ ആൾക്കൂട്ടത്തിനിടയിലായാലും ആ വ്യക്തിയുടെ വിരൽത്തുമ്പ് കണ്ടാൽ പോലും തിരിച്ചറിയും. ഇൻട്രസ്റ്റിംഗ്. എന്റെ കാര്യത്തിൽ നിനക്ക് അങ്ങനെയാണോ മേഘനെ? അങ്ങനെയാണെന്നാ തോന്നുന്നേ. എങ്ങനെ?
ഞാനറിയാതെ ഏട്ടൻ എന്നെ നോക്കുമ്പോ ആ നോട്ട് എന്റെ ദേഹത്ത് വന്ന് തൊട്ട് വിളിക്കാറുണ്ട്. എന്നെ നോക്കി ചിരിക്കുമ്പോ ആ ചിരി എന്റെ ചെവിയിൽ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് മന്ത്രിക്കും. ഏട്ടൻ എന്റെ അടുത്തേക്ക് വരുമ്പോ ഏട്ടന്റെ ശ്വാസത്തിന്റെ ഗതിയും അതിന്റെ ഗന്ധവും പോലും ഏട്ടന്റേതാണെന്ന് എനിക്ക് ചുറ്റുമുള്ള കാറ്റെന്നോട് വന്ന് രഹസ്യമായിട്ട് പറയും. ഏട്ടൻ എന്റെ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും ഞാൻ ഏട്ടനെ കാണണമെന്നൊന്നുമില്ല. ഏട്ടൻ എത്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. നീ ശരിക്കും വല്ലാത്തൊരു ജന്മ മേഘനെ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ കുറച്ച് വീക്കാന്ന് എനിക്ക് തോന്നുന്നേ. നീ എന്തിനാ ചിരിച്ചേ? ഇത്തരം കാര്യങ്ങൾ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല, മനസ്സുമായി പിണഞ്ഞു കിടക്കുന്നതാ. കണ്ടില്ലേ, ഈ കാര്യങ്ങള് മനസ്സുമായി ബന്ധപ്പെട്ടതാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇന്ന് നീരജിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോണെന്ന് ഓർമ്മയുണ്ടോ? യാ ഓർമ്മയുണ്ട് മേഘനെ. ആദ്യം താമസിയാതെ ഞാൻ റെഡിയായി വരാം. ഓക്കെ അല്ലേ? ശരി എന്നാ. ഇത്രയും നേരമായിട്ട് മിഥുൻ എനിക്കൊരു മെസ്സേജ് അയക്കാൻ പോലും തോന്നിയിട്ടില്ല. മോം, മോമിന്റെ ഫോണില് കോൾസും മെസ്സേജും ഒക്കെ വരുന്നുണ്ടോ? വന്നിട്ടുണ്ടല്ലോ. വൈ മഞ്ജരി? ഒന്നുമില്ല മോം. കാലത്ത് തൊട്ട് മിഥുന്റെ അടുത്തുനിന്ന് ഒരു കോളും ഇല്ല, മെസ്സേജും ഇല്ല. അതുകൊണ്ട് വീട്ടിൽ സിഗ്നൽസ് കിട്ടാതായതാണോ എന്ന് ചെറിയൊരു സംശയം. നീ ഇപ്പൊ സംശയിക്കേണ്ടത് വീട്ടിൽ സിഗ്നൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ മിഥുന്റെ ഹൃദയത്തിൽ നിന്നോട് എന്തെങ്കിലും താല്പര്യം ബാക്കിയുണ്ടോന്നാ. യുനോ ബേബി, ഞാനിപ്പോ പറയുന്ന കാര്യം നിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. എന്നാലും അതിൽ നീ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുമുണ്ട് മഞ്ജരി. മിഥു നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നും നിന്നെ തന്നെ കല്യാണം കഴിക്കുമെന്നും ഇത്രയായിട്ട് നിനക്ക് തോന്നുന്നെങ്കിൽ അത് നിന്റെ വെറും ഭ്രമം മാത്രമാണ്. ഹലോ ആന്റി. പറയാ ആന്റി. മഞ്ജരി, രാത്രി എന്താ നീ പെട്ടെന്നങ്ങ് പോയത്? അവിടെ നടന്നതൊക്കെ ആന്റിയും കണ്ടതല്ലേ. നാണം കെട്ട് പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല ആന്റി. ആരെ ബോധിപ്പിക്കാൻ വേണ്ടി നിൽക്കണം? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ മഞ്ജരി. മിഥുൻ ഇപ്പൊ വളരെയേറെ മാറിപ്പോയിരിക്കുന്നു. ആ മാറ്റം നിങ്ങളുടെ ഭാവി ജീവിതത്തിനൊട്ടും നല്ലതല്ലെന്നറിയാലോ. മിഥുനിൽ മാറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നീ മുളയിലെ നുള്ളിക്കളയണം മഞ്ജരി. അതിനെനിക്ക് സാധിക്കുന്നില്ലല്ലോ ആന്റി. ആ മേഘനയുടെ കയ്യിൽ എന്ത് മായാജാലമാണ് ഉള്ളത്. അവളും മിഥുനും എനിക്കും ഇടയിൽ വല്ലാത്ത അകൽച്ച സൃഷ്ടിച്ചു കഴിഞ്ഞു. തളരരുത് മഞ്ജരി, കഷ്ടമുണ്ട്. ഒരു പട്ടിക്കാട്ടിലെ പീറ പെണ്ണിനോടാണോ നീ തോൽവി സമ്മതിക്കുന്നത്? പട്ടിക്കാട്ടിലെ പീറയാണെന്ന് നമ്മൾ അവളെ നിസ്സാരായി കണ്ടതാ തെറ്റ്. പക്ഷേ ആ പട്ടിക്കാട്ടിലെ ബുദ്ധി കൊണ്ടാ മിഥുനെ അവള് വശീകരിച്ച് കയ്യിലാക്കിയിരിക്കുന്നെ. അവളോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല ആന്റി. എന്റെ പൊന്നു മോളെ, നീ പഴയ മഞ്ജരിയെ പോലെ സംസാരിക്കാൻ നോക്ക്. എല്ലാ പെണ്ണുങ്ങളെയും പോലെ നീയും മാറിയാലെങ്ങനെ?